ഹായ് ഓൾ. ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഇനീക്വാളിറ്റി തന്നിട്ട് അത് സോൾവ് ചെയ്യണം, അതിന്റെ സൊല്യൂഷൻ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യണം. യെസ്, നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. സോ ഇതാണ് ക്വസ്റ്റ്യൻ. സോൾവ് എക്സ് പ്ലസ് എക്സ് ബൈ 2 പ്ലസ് എക്സ് ബൈ 3 ലെസ് ദാൻ 11. സോ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ 3 ടേമുകൾ ഉണ്ട്. സോ അത് നമ്മൾ സോൾവ് ചെയ്യൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2 ടേം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും, നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂവിനെ മൂന്നാമത്തെ ടേമായിട്ട് വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. സോ നമുക്കൊരു ഫൈനലി ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കിട്ടിയിട്ട് നമ്മൾ സോൾവ് ചെയ്യും. സോ ഇവിടെ ഏറ്റവും നല്ലത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 ടേമുകളുടെ ഡിനോമിനേറ്ററിൽ നോക്കുമ്പോൾ ആദ്യത്തെ ടേമിന്റെ ഡിനോമിനേറ്റർ 1 ആണ്, രണ്ടാമത്തെ ടേമിന്റെ ഡിനോമിനേറ്റർ 2 ആണ്, തേർഡ് ടേമിന്റെ ഡിനോമിനേറ്റർ 3 ആണ്. സോ 1, 2, 3 ആണ് ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. സോ ഈ 1 നമ്മൾ കാര്യമാക്കണമെന്നില്ല. 2, 3ന്റെ LCM എടുക്കുക. LCM എന്ന് പറഞ്ഞാൽ അപ്പൊ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നമുക്കറിയാം 2, 4, 6, 8, 10 ഇങ്ങനെ വാല്യൂസ് പോകും. 3ന്റെ ടേബിൾ നോക്കുമ്പോൾ 3, 6, 9, 12 ഇങ്ങനത്തെ വാല്യൂസ് പോകും. സോ ഇത് രണ്ടിലും കോമൺ മൾട്ടിപ്പിൾസ് നോക്കുമ്പോൾ 6 കോമണാ. ഈ 12 എവിടെ ഉണ്ട്? 2ന്റെ മൾട്ടിപ്പിൾ ഉണ്ട്. സോ കോമൺ മൾട്ടിപ്പിൾസിൽ ഏറ്റവും ചെറിയ ആള് 6 ആ. 2ന്റെയും 3ന്റെയും കോമൺ മൾട്ടിപ്പിൾ LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. സോ കോമൺ മൾട്ടിപ്പിൾസിൽ ഏറ്റവും ചെറിയ ആൾ 6 ആണ്. സോ 6 എന്ന് പറയുന്ന നമ്പർ ഡിനോമിനേറ്ററിലേക്ക് വരുത്തിച്ചാൽ നമ്മളുടെ ഈ ഒരു പ്രോബ്ലം നമുക്ക് വളരെ ക്വിക്ക് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഈ 6 ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം, ഇപ്പോൾ ഡിനോമിനേറ്റർ 2 ഉണ്ട്, 2 ഉള്ള ആളെ 6 ആക്കണമെങ്കിൽ ജസ്റ്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ 6 ആവും. അപ്പോൾ ഇവിടെ 3 ഉണ്ട് ഡിനോമിനേറ്റർ. സോ അവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മളുടെ ഡിനോമിനേറ്റർ 6 ആവും. സോ ഇവിടെ 1 ആണ്, അതിനെ 6ലേക്ക് മാറ്റാൻ ജസ്റ്റ് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ അങ്ങനെ മാറ്റി കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു വാല്യൂ കിട്ടും. സോ എല്ലാവരുടെ ഡിനോമിനേറ്ററും 6 ആയിട്ട് മാറി. അങ്ങനെ മാറ്റിയാലുള്ള ബെനിഫിറ്റ് എന്താ? നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് നമുക്ക് 6നെ എഴുതാം. സോ 6 എന്ന് പറയുന്ന ആൾ കോമൺ ഡിനോമിനേറ്റർ. മുകളിൽ ആരൊക്കെ ഉണ്ട്? എക്സ് ഉണ്ട്, പ്ലസ് 3x ഉണ്ട്, പ്ലസ് 2x ഉണ്ട്. ഇനീക്വാളിറ്റി ലെസ് ദാൻ ആണ്. റൈറ്റ് സൈഡിൽ 11 ഉണ്ടാവും. സോ എക്സ് പ്ലസ് 3x പ്ലസ് 2x എന്ന് പറഞ്ഞാൽ എത്ര എക്സ് ആയി? 6x ആയി മാറിയില്ലേ? 6 ഇത് 4x ആയി, 4xും 2xും 6x ആയി. 6x/6 എന്ന് പറയുന്ന ആളുടെ വാല്യൂ ലെസ് ദാൻ 11. ഓർ ഫൈനലി നമുക്ക് പറയാം ഈ 2 6 നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് എക്സ് ലെസ് ദാൻ 11 എന്ന് പറയുന്ന ഫൈനൽ വാല്യൂ നമുക്ക് കിട്ടി. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കുന്ന പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഇതിന്റെ നമ്പർ ലൈൻ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ 11 വരച്ച് 11ന്റെ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് സോൾവ് ചെയ്യുക. സോ ഇങ്ങനെയുള്ള യൂസ്ഫുൾ വീഡിയോസിനായി നമ്മുടെ ചാനൽ നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തെടുക്കാം. മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.